ഇന്റർ സ്കൂൾ ടൂർണമെന്റിൽ ആകെ പ്രതീക്ഷ ഫുട്ബോളിലായിരുന്നു. അതും അടപടലം പൊട്ടി. നമ്മൾ രണ്ടുപേരും ജനിച്ചത് വല്ല വെടിക്കെട്ടിന്റെ അന്നാണെന്നാണ് തോന്നണം. അതെന്ത്? ജനിച്ച അന്ന് തൊട്ട് തുടങ്ങിയ പൊട്ടലല്ലേ, ഒരെണ്ണം ചീറ്റിപ്പോലും പോയിട്ടില്ല. ഇങ്ങനല്ലേ പൊട്ടണ? ഫുട്ബോൾ കളിച്ചോണ്ട് നിൽക്കുമ്പോൾ ബോൾ കയ്യിലെടുത്തോണ്ട് ഓടിയാ പൊട്ട തന്നെ ചെയ്യും. എടാ, ബോൾ കണ്ടപ്പോ എനിക്ക് കൺഫ്യൂഷനായി, ബാസ്കറ്റ് ബോൾ ആണോ ഫുട്ബോൾ ആണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ കയ്യിലെടുത്ത് ഗോൾ പോസ്റ്റിലോട്ട് എറിഞ്ഞു കയറ്റിയത്. നമ്മൾ ഈ ബാസ്കറ്റ് ബോളിന്റെ ആൾക്കാരല്ലേ. ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു പ്ലെയറിന്റെ പേര് പറഞ്ഞാണ്. വയലിൽ നാ കിടക്കണോണ്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടല്ല. ബോൾ കൈ പിടിച്ച് ഓടിയോണ്ട് റഫറി ചോപ്പ് കാർഡ് കാണിച്ച്. നീ എന്താ ഫുൾ സ്റ്റോപ്പ് ഇട്ടണക്ക് നിന്ന് കളഞ്ഞാ? ചുവപ്പ് കാണിച്ചാൽ നിക്കണോന്നല്ലേ ട്രാഫിക് നിയമം, അതുകൊണ്ട് നിന്ന്. തോൽവി നമുക്ക് അനിവാര്യം തന്നെയായിരുന്നു. എടാ, നീ ഇങ്ങനെ മൂഡൗട്ട് ആവാതാ. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ക്രിക്കറ്റ് പിടിക്കാം. ആദ്യം പറഞ്ഞ് ക്യാരംസ് പിടിക്കാം, പിന്നെ പറഞ്ഞ് ഷട്ടിൽ പിടിക്കാം. ഇതിപ്പോ വോളിബോളും കഴിഞ്ഞ് ഫുട്ബോളും കഴിഞ്ഞു, ഇനി വരാനുള്ള ക്രിക്കറ്റാണ്. അതിലൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ പോയി പിടിക്കോടാ? ഒന്നും പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ജൂനിയേഴ്സ് പിള്ളേരെ കൊങ്ങയ്ക്ക് പിടിക്കാം. അവന്മാർക്കും കൈയുണ്ട്, അവന്മാർ നമ്മളെ കൊങ്ങി പിടിക്കും. ഏതായാലും ഞാൻ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. ക്രിക്കറ്റാ? ഓരോ ഓവറിൽ എത്ര ബോൾ വെച്ച് എറിയണം? ഒരു ഓവറിൽ ഒരു ബോൾ വെച്ച് എറിയോളൂ. വിക്കിയിടാ. 6 ബോൾ എറിയണം. പിന്നെ ഒരു ബോളിന് 90 രൂപയാണ്. അങ്ങനെ 6 വാങ്ങിച്ചാൽ എത്ര രൂപ പൊട്ടും? ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ പോയി പ്രാക്ടീസ് തുടങ്ങിക്കോ. നീ ഫസ്റ്റ് ഓവർ നീ തന്നെ എറിയണം കേട്ടാ, എനിക്കൊന്ന് കാണണം. അതൊക്കെ ഞാൻ ഏറ്റ്. ബോൾ സ്റ്റമ്പിൽ കൊണ്ടില്ലെങ്കിലും ബാറ്റിംഗ് നിൽക്കണവന്റെ കുറുമുട്ടെങ്കിലും ഞാൻ എറിഞ്ഞു ഓടിച്ചിരിക്കും. നീ ബാ. എടാ, ഞാൻ നിന്നെറിയണോ അതോ ഓടി വന്നെറിയണോ? എങ്ങനെ എറിഞ്ഞാലും ബോൾ അവന്മാർ അടുത്തെത്തിക്കണം. എങ്കിൽ അവന്മാർ അടുത്ത് നിന്നെറിഞ്ഞാലേ പറ്റൂ. പുല്ല്. ഇതെന്ത് റീച്ച് ചെയ്ത് മൂട്ടിലേക്ക് വന്ന് കൊത്തണ്. നന്ദിനി, ഞാൻ എത്ര പ്രാവശ്യം പറയുന്നു എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റില്ല, കാരണം ഇവിടെ സ്പോർട്സ് നടക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യൂ, കഴുകാനുള്ള ഡ്രസ്സെല്ലാം കൊറിയർ വഴി അയച്ചെനിക്ക് തരൂ. ഞാൻ ഇവിടെ നിന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ചങ്ങോട്ട് അയച്ചു തരാം. ഓക്കെ? പിന്നെ മോൻ എന്ത് ചെയ്യുന്നു? അവൻ കഴുകാനുള്ള തുണികളെല്ലാം പാക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് കൊറിയർ അയക്കാൻ. ഓ, എന്തരനുസരണ വെടല ചെറുക്കൻ. ഫുഡൊക്കെ കഴിച്ചായിരുന്നു? ആ, കഴിച്ചു. എങ്കിൽ ഞങ്ങൾക്കും കൂടെ കുറച്ച് പാഴ്സലായിട്ട് അയക്കോ. ഇവിടെ ഒന്നും വെച്ചില്ല. നന്ദിനി, നിനക്ക് അവിടെ എന്താണ് ജോലി? ഇവിടെ എന്ത് ജോലി? അയൽക്കാർക്ക് സൊറ പറഞ്ഞിരിക്കും. എനിക്ക് സൊറ പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഒരു പാഴ്സൽ അയച്ചു തരാം. പിന്നെ ഇനി ഒരു 2 മാസത്തേക്ക് ഇങ്ങോട്ട് വിളിക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാലും ഞാൻ അങ്ങോട്ടും വിളിക്കണില്ല കേട്ടോ. വെച്ചേക്ക്. സാറേ, നമുക്ക് പതപ്പിക്കണം. വീട്ടുകാരെ തുണി പതപ്പിച്ച് എന്റെ കൈയെല്ലാം ശോഷിച്ച്. ഫിംഗർ പ്രിന്റ് പോലും ഇപ്പൊ വർക്കാവുന്നില്ല. ഇനിയിപ്പോ നിന്റെ ഷർട്ടും കൂടെ കഴുകി തരണമെന്ന് പറഞ്ഞാൽ നീ വാ, പതപ്പിക്കാൻ ഞാൻ പതപ്പിച്ചുതരാം. കാല് വെച്ച് ഞാൻ പതപ്പിച്ചുതരാം. കാലുണ്ട് എനിക്ക്, കൊണ്ടുവാ. അതല്ല സാറേ, ക്രിക്കറ്റിൽ പതപ്പിക്കണോന്ന്. എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കല്ലേ, ക്രിക്കറ്റ് തിരിച്ചു പിടിക്കണോന്ന്. എടോ, തിരിച്ചു പിടിക്കാൻ നമ്മളൊന്നും നേടുന്നില്ലല്ലോ. എല്ലാ കൊല്ലം ഓമാരിലെ കപ്പടിക്കുന്നത്. പിന്നെന്തിനാണ് പ്രശ്നം? സാറിൽ നിന്ന് നമ്മൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. പിന്നെന്തിനാ എന്റെ മുട്ട പപ്സും വെള്ളോ നീ പ്രതീക്ഷിക്കണം? മോട്ടിവേഷൻ തരണം, ജയിച്ച് കയറാനുള്ള ഊർജം തരണം. 5 കൊല്ലം കൊണ്ട് നിനക്കൊക്കെ ഞാൻ പഠിത്തത്തിലും സ്പോർട്സിലും ഊർജം തരെയാണ്. ഇനി എന്റെ ഊർജം ഇല്ല, കുറച്ച് ഉയിര് ബാക്കിയുണ്ട്. അതിന്റെ ഭാര്യ നന്ദിനിക്ക് ഇപ്പൊ കൊറിയർ കുറച്ച് അയക്കും, അതൊന്ന് കഴുകി കൊടുക്കണം. അതിനുള്ള ഊർജമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നെ കൊല്ലരുത് പ്ലീസ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത സാറ് കാരണമാണ് സ്പോർട്സിൽ നമ്മുടെ സ്പിരിറ്റ് ഇല്ലാതെ തോറ്റത്. സ്പിരിറ്റ് ഉള്ള സാറായിരുന്നെങ്കിലോ? സ്പിരിറ്റോട് കൂടി തോറ്റേനെ. ഞങ്ങൾക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു കോച്ചിനെയാണ് വേണ്ടത്. നിന്നെയൊക്കെ കോച്ചാ പറഞ്ഞ കോച്ചിന് അവസാനം ഇവിടെ നിന്ന് കോച്ച്വാദം പിടിച്ചിട്ടായിരിക്കും പോവേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ എന്തിനു ചെയ്യാനാണ്? ആൾറെഡി കോച്ച്വാദം പിടിച്ചിരിക്കുന്ന ഒരു കോച്ചുണ്ട്, അയാളെ നമുക്ക് ഇറക്കാം. ആരാണ് അയാൾ? ഞാനാണ് അയാൾ, താമരാക്ഷൻ. സാറും ക്രിക്കറ്റുമായുള്ള ബന്ധം? ആത്മബന്ധം. എടോ, ഞാൻ സത്യനൊക്കെ ക്രിക്കറ്റ് അക്കാഡമിയിൽ ഒത്തുണ്ടായിരുന്ന ആൾക്കാരാണ്. സച്ചിൻ തെണ്ടുൽക്കർ, പേര് മാറിപ്പോയി. ഗ്രൗണ്ടിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലേ പിന്നെ അലക്കലോട് അലക്കലായിരുന്നു. അത് നമുക്കറിയാം. സച്ചിൻ ഉൾപ്പെടെ ഗ്രൗണ്ടിലുള്ള എല്ലാണത്തിന്റെയും തുണി അലക്കണത് സാറാണെന്ന്. എടോ, ലുക്കില്ലെന്നേ ഉള്ളൂ, ഞാൻ പണ്ടത്തെ കിടിലമായിരുന്നു, വിശ്വസിക്കൂ. പണ്ടെന്ന് പറയുമ്പോ സിന്ധു നദി തടാക സംസ്കാരത്തിന്റെ കാലത്താ? എന്നെ കളിയാക്കാൻ വേണ്ടിയാണെങ്കിൽ നീക്ക് സിന്ധു നദി തടാക സംസ്കാരത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഇനി ഞാൻ മരിച്ചാലും വേണ്ടൂല. എങ്കിൽ സാറിന്റെ നെഞ്ചത്ത് വെക്കാതെ അറിയത്ത് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ശങ്കരൻ, ക്രിക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങോട്ട് പറ സാറേ. ക്രിക്കറ്റിൽ നമുക്ക് ആദ്യം വേണ്ടത് 1 ബോള് 1 ബാറ്റ് 3 സ്റ്റമ്പ്. അപ്പൊ കളിക്കാൻ ആള് വേണ്ടേ? 3 സ്റ്റമ്പ് വേണ്ട, 2 സ്റ്റമ്പ് മതി. നടുക്കത്തെ സ്റ്റമ്പിൽ ഇവൻ അടിച്ചു കയറ്റാം നമുക്ക്. വരട്ടെ റാസ്കൽ. സാർ, തോൽക്കാതിരിക്കാൻ എന്തെങ്കിലും സ്ട്രാറ്റജി? കളിക്കാതിരുന്നാൽ മതി, തോൽക്കില്ല.
നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാവുന്നവർ വെച്ച് കളിപ്പിക്കാം, എങ്കിൽ നമ്മൾ ജയിക്കും. അപ്പൊ പിന്നെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആര് കളിക്കും? എങ്കിൽ നമുക്ക് കളിക്കാൻ അറിവിടാത്തവർ വെച്ച് കളിപ്പിക്കാം, അപ്പൊ നമ്മൾ തോക്കും. നമ്മൾ എത്ര പേരുണ്ട്? 3 പേര്. ആരിക്ക? ഓ, ഇപ്പൊ ഇവിടെ 3 പേര്, സാറിന് നമ്മളോട് ചേർത്ത്. എടോ, ക്രിക്കറ്റിൽ എത്ര പേരുണ്ടെന്ന്? അതെന്തൊരു ചോദ്യമാണ്? ക്രിക്കറ്റ് കളിക്കാൻ 11 പേരല്ലേ വേണ്ടത്? ആ 11 പേരിൽ എത്ര പേരുണ്ടെന്ന് കളിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന്? അങ്ങനെ നിലവിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും നാട്ടിലാണല്ലോ. 1 മാസം നമുക്ക് ക്രിക്കറ്റ് ടൂർണമെന്റ് സമയമുണ്ട്. അപ്പൊ നമുക്ക് അടുത്തുള്ള ആൾക്കാരെ വെച്ച് പ്രാക്ടീസ് തുടങ്ങാം. അടുത്തൊരു ഐക്കൺ പ്ലെയർ ഉണ്ട്, അവനെ നമുക്ക് ഉറപ്പായിട്ടും വിളിക്കണം. ഐക്കൺ പ്ലെയറോ? അതാരാ? KP അഷ്ടാമൃത രാമാനുജൻ. വെരി ഗുഡ്. നമ്മുടെ ഓപ്പണർ ആണ്, കൂടാതെ അവൻ ഡെഡ് ഓവർ സ്പെഷ്യലിസ്റ്റും കൂടെയാണ്. വെരി വെരി ഗുഡ്. എടോ, അവരെ ക്രിക്കറ്റ് കളിക്കാൻ അറിയാമോ? അവൻ ഇതുവരെ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല, പക്ഷെ ക്രിക്കറ്റ് കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ആർക്കറിയാം? തമ്പുരാൻ അറിയാം. എങ്കി അവനെ വിളിച്ച് വരുത്ത്. അവൻ വിളിച്ചാ വരൂടെ? വന്നില്ലെങ്കിൽ വിളിച്ചു വരുത്താനുള്ള പരിപാടി നമുക്കറിയാം. ഹലോ അടപ്രഥമ, നീ ക്രിക്കറ്റ് പ്രാക്ടീസിന് വരണില്ലേ? നോ, എനിക്ക് നാട്ടിൽ ട്യൂഷൻ ഉണ്ട്, പഠിക്കണം. അയ്യോ, സാറ് പറഞ്ഞു നീ ക്രിക്കറ്റ് കളിക്കാൻ വന്നാലേ ഫുൾ മാർക്ക് കിട്ടിയ വിഷയത്തിന് അഡീഷണൽ മാർക്ക് ഇട്ട് തരാന്ന്. അയ്യോ തന്നെ? അതുകൊണ്ട് നീ നാളത്തെ രാവിലത്തെ ബസ്സിൽ തന്നെ ഇങ്ങ് പോരെ. നാളെ ആക്കുന്നെന്തിനാ? കിട്ടി. അതെന്താ? അടുത്തുകൂടെ പോയ മിന്നൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ഞാൻ ചാടി പിടിച്ചു, ഇപ്പൊ തൂങ്ങി എത്തും. സാർ, ഐക്കൺ പ്ലെയർ ഓൺ ദ വേ. സാർ, ഈ സാല കപ്പ് നമ്മുടെ. കൊറേ കൊല്ലം കൊണ്ട് കേൾക്കുകയാണ്. ഒന്ന് നിങ്ങളുടെ ടീമും ഒന്ന് മറ്റേ ടീമും അടിയും. അടപ്രഥമ, നീയാണ് നമ്മുടെ ഐക്കൺ പ്ലെയർ, ചതിക്കരുത്. ഞാൻ ചതിക്കില്ല. ബോൾ എങ്ങനെയാണ് എറിയേണ്ടതെന്നും ബാറ്റ് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നും മാത്രം പറഞ്ഞു തന്നാ മതി, ബാക്കിയെല്ലാം എനിക്കറിയാം. അപ്പൊ ബോയ്സ്, നമുക്ക് കളി ആരംഭിക്കാം, പ്രാക്ടീസ് തുടങ്ങാം. അപ്പോൾ 2 ടീമായിട്ട് നമുക്ക് തിരിക്കാം. ഞാനും അഷ്ടാമൃതനും ഒരു ടീം, ശങ്കരനും കൃഷ്ണനും മറ്റൊരു ടീം. സാറേ, നമ്മൾ ശക്തരായ പ്രൊഫഷണൽ ബാറ്റേഴ്സും ബോളേഴ്സും ആണ്. എന്റെ ഒരു ബോൾ പോലും ഇവന് സ്മാഷ് ചെയ്യാൻ പറ്റൂല. സ്മാഷ് നിന്ന് പുഴുങ്ങിയ ഡൈൽ ഓടിക്കാതെ പോയി കളിക്കടോ. രാമാനുജൻ, ഫസ്റ്റ് ബോൾ എറിയോ? യെസ് സാർ. എടാ, ഞാൻ ആദ്യം ബാറ്റ് ചെയ്യാമേ. അതെങ്ങനെ പറ്റും? ഞാൻ ആദ്യം ബാറ്റ് ചെയ്യും. ഇവിടെ ഞാനാണ് ഒഫീഷ്യൽ പ്ലെയർ, എപ്പോഴും എനിക്കാണ് ബാറ്റ് ചെയ്യാനുള്ളത്. എങ്കിൽ നീ തന്നെ ബാറ്റ് ചെയ്തോ. ഓക്കെ. ഈശ്വര, ആദ്യത്തെ ബോൾ എന്നെ ബാറ്റ് സ്റ്റമ്പി അടിച്ച് പണ്ടാരടങ്ങി മുടിഞ്ഞു പോണേ. വെറുതെ കളിയെല്ലാം തോക്കണം. സാർ, ബോൾ. ഇവനെ എന്തായാലും ടീമിലെടുക്കണം. കളിച്ചില്ലെങ്കിലും പ്രാവെങ്കിലും എതിർ ടീമിനെ തോൽപ്പിക്കും. രാമാനുജൻ, എന്തായി? സാർ, ഇതാണോ ബോള്? അല്ല, ഇതാണ് ബോണ്ട. എടുത്ത് കഴിക്കാൻ പോകുന്നു, എറിഞ്ഞു കയറ്റടോ. എങ്ങോട്ടാണ് സാർ? തോട്ടിലോട്ടാണ്? അല്ല, എന്റെ നെഞ്ചത്തിലോട്ട്. സാർ, കുറച്ചങ്ങോട്ട് നീങ്ങിക്ക്, ഞാൻ അറിയാം. രാമാനുജൻ, റോൾ നമ്പർ 21 പ്രസന്റ് സാർ. നിന്ന് അറ്റൻഡൻസ് പറയാതെ അവൻ എറിഞ്ഞു കയറ്റടോ. അടപ്രഥമ, പതുക്കറിയണടാ, നിന്റെ ബോൾ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കണം. എന്താ ഗോൾ കീപ്പറാ നീ? എടാ, ഇത് ക്രിക്കറ്റ് ആണ്, അല്ലാതെ ഫുട്ബോൾ അല്ല. എടാ മക്കളെ, ബോള് കാട്ടിപ്പോയി. സോറി സാർ, ആംഗുലർ മൊമെന്റം കറക്റ്റ് ആയില്ല. എന്റെ അഷ്ടമുടി കളി നടക്കുന്നത് ആകാശത്തിലല്ല, ഇവിടെ ഗ്രൗണ്ടിലാണ്. നീ എന്നെ നോക്കിയെറി. സ്റ്റംപിൽ നോക്കിയെറിയൂ രാമാനുജൻ. യെസ് സാർ. എന്നെ നോക്കിയെറിയാൻ പറയുമ്പോ നീ എന്താ പോസ്റ്റ് നോക്കിയെറിഞ്ഞ? ഇത് പോണില്ലേ? നീ പോയിട്. പോയിടാ. സ്റ്റംപ് എവിടെയാണോ ഇരിക്കുന്നേ? ഇവിടെ സാർ. പിന്നെ എന്തിനാണ് അവിടെ എറിഞ്ഞ? സോറി സാർ, സോറി സാർ, സോറി സാർ. ഇതാണ് എന്റെ ലെഗ്, ഇതിൽ നോക്കിയെറിയണം. പതുക്കെ ഞാൻ പതുക്കെ അടിക്കോളാം, അടിച്ച് 6 ഒന്നും പറത്തൂല. പതുക്ക നേരെ പാട്ട്. കല്ലല്ലേ? കച്ചി ഞാൻ കളിച്ചു, ഇനി നീ കളി. ചിലപ്പോ സ്ട്രെയിറ്റ് നിന്നെറിയുന്നോണ്ടായിരിക്കും സാർ ബോൾ പൊങ്ങി പോകുന്നത്. തിരിഞ്ഞു നിന്നെറിഞ്ഞു നോക്കാം. കീപ്പറില്ല. നീ എന്താ അവിടെ പോയി നിൽക്കണ? അവ എങ്ങനെ എറിഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് വീഴണ? എനിക്ക് വയ്യ ഓടാൻ. ഇത് കറക്റ്റ് ആക്കും, കറക്റ്റ് ആക്കിയിരിക്കും. പണവാരെടുത്തെറിഞ്ഞു.
പോയിട് കളിക്കാൻ വയ്യ. അടുത്ത പോലെ ആ ലൈൻ കമ്പിയിൽ മുട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് ദോ നിൽക്കുന്ന ആ കമുകില്ലേ അതിൽ മുട്ടിക്കണം. ഓക്കെ സാർ. എന്തിനു കിടന്ന് വീശണ? ഇല്ല ആകാശത്തല്ലേ. എങ്ങാനും കൊണ്ടാല ഞാൻ ബാറ്റ് എടുത്ത് മോളോട്ട് എറിയട്ടാ. അങ്ങനെയെങ്കിലും ബോളിൽ കൊള്ളോട്ട്. എന്താ കാണിക്കണ നീ? രാമാനുജൻ, താൻ ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ടോ? ഏതാണ് സാർ? വേൾഡ് വാർ 2 ഉപയോഗിച്ച ജർമ്മൻ ഹെലികോപ്റ്ററായ ഫോക്കെ അച്ചിലസ് FA-223 ഡ്രാഷിയാണോ സാർ? അതല്ലടോ, ഹെലികോപ്റ്റർ ഷോട്ട്. അയ്യോ, അത് കണ്ടിട്ടില്ല. ആ എങ്കി ഇപ്പൊ കണ്ടോ. വെടലി ഉളുക്കൊന്നും അടിക്കുമ്പോ. ശങ്കര സാറിന് സ്പിൻ ബോൾ വേണ്ട കേട്ടാ, ഇൻസീം ബോൾ എറിഞ്ഞ് കയറ്റാ. ഓക്കെ ഞാൻ ഏറ്റി. എന്തിനാണെന്തോ പറഞ്ഞു മാങ്ങാക്കീറ് വെച്ച് കയറ്റാം. സാർ, ഹെലികോപ്റ്റർ കണ്ടില്ലല്ലോ. ഹെലികോപ്റ്ററിന് പറക്കൂലടോ, അതിന്റെ പൈലറ്റിന്റെ അവന്മാർ എറിഞ്ഞു വീഴ്ത്തി. സാറിന്റെ സ്റ്റമ്പ് തെറിച്ച്. ഗുഡ് ബോളിംഗ് ശങ്കര, ഗുഡ് ബോളിംഗ്. സ്റ്റമ്പ് തെറിച്ചല്ലോ, അത് മതി. എനിക്ക് റിട്ടയർഡ് ഹെർട്ടായി. രാമാനുജൻ കേറടോ. എങ്ങോട്ട്? എന്റെ തോളിലോട്ട് കേറ. താനെന്താടോ കാണിക്കണേ? ബാറ്റിംഗ് കേറാൻ. എടാ, ഇവ എന്റെ ബോൾ അടിച്ച് പറത്തോടാ. അവന്റെ ബാറ്റിംഗ് സ്റ്റൈല് കണ്ടിട്ട് പറത്തു എന്നാണ് തോന്നണം. നെല്ലുകുത്തി കഴിഞ്ഞോ രാമാനുജൻ? കഴിഞ്ഞു സാർ. എടോ, ബാറ്റ് മര്യാദയ്ക്ക് പിടിയടോ. ഇതാ ബാറ്റും കൊണ്ട് കിളക്കി ഇറങ്ങിക്കണ. എന്തിനു കാണിക്കണം? സാറേ, അവന്റെ സ്റ്റമ്പ് പോണ്ടെങ്കിൽ മാറാൻ പറ. മലിംഗയാണ് എറിയാൻ പോണ. താനൊരു ബോൾ ടെസ്റ്റ് ഡോസ് എറിഞ്ഞാണ്. ഓഹോ, ഒരു ഓട്ടോറിക്ഷ പറഞ്ഞു വിട്ടേ കൃഷ്ണ, ആ ബോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. താൻ എങ്ങോട്ട് പോകുന്നുടോ? ഓട്ടോറിക്ഷ പറഞ്ഞൂടെ? എത്തിയില്ലേ? മര്യാദയ്ക്ക് എറിയടോ. ഓ സാറേ, ഈ നീയാണ് നേരത്തെ എന്നെ കളിയാക്കിയത്. റെഡ് സോയിൽ പിച്ച് ശരിയല്ല. രാമാനുജൻ, ഈ ബോൾ താൻ എന്ത് വില കൊടുത്ത് അടിക്കണം? അടിക്കും സാർ. അവർ 70 റൺ എടുത്തു. നമുക്ക് 71 എടുത്താൽ ജയിക്കാം. പറ്റില്ല സാർ, എനിക്ക് 80 വേണം. റെഡിയല്ലേ? ഓക്കെ, രാമാനുജൻ, ബോൾ വരുന്നു. 80 അടിച്ച് പറത്ത് മോനെ. പരത്തും സാർ. എനിക്ക് 80 കിട്ടില്ലേ സാർ? തനിക്ക് 80 മാർക്ക് മാത്രമല്ല, ഡിസ്റ്റിങ്ഷനും ഉണ്ട്. ഔട്ട്. താങ്ക് യു സാർ. ഹലോ, ജൂനിയർ പയ്യൻ ഷഹസാദ് അല്ലേ? നിങ്ങളോടൊപ്പമുള്ള കളിയുടെ മുന്നോടിയായി നമ്മളൊരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ കോച്ചിന് മാരകമായി ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. ആയതിനാൽ നിന്നെ അടുത്ത കൊല്ലം എടുത്തോളാടാ. അടുത്ത സാല കപ്പ് നമ്മുടെ. സാർ, എങ്ങനെയുണ്ട്? സുഖമാണോ? സുഖം കുറച്ച് കുറവാണ്. പേടിക്കണ്ട, ബാറ്റ് ഞാൻ കളഞ്ഞിട്ടില്ല. നന്ദിനി. ഹലോ നന്ദിനി, പറമോളെ. ഞാൻ ഡ്രസ് കൊറിയർ ചെയ്തിട്ടുണ്ടേ. ഈ അവസരത്തിൽ എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നന്ദി ഉണ്ടേ.